ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്ന മഹി തന്നോട് ചേർന്നിരുന്ന് ചാരി ഉറങ്ങുന്ന ചന്തുവിനെ കണ്ട് അമ്പരന്നു. അവളുടെ കൈ തൻ്റെ തലയിലാണെന്ന് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പ്രണയം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ നെഞ്ചിലായി അവളുടെ അടുത്ത കൈ ചുറ്റിയിരിക്കുന്നത് കണ്ടതും അവൻ മെല്ലെ അവളുടെ കൈയുടെ മേലെ കൈവച്ചു. അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. അവൻ അവളുടെ കൈ മെല്ലെ കോർത്തു പിടിച്ചു. ആ വെളുത്തു മെലിഞ്ഞ മനോഹരമായ വിരലുകളിൽ ഒന്നുമ്മ വയ്ക്കാൻ തോന്നിപ്പോയി അവന്. പെട്ടെന്ന് ആ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഞെട്ടിപ്പോയി. ഛേ, ആരാണോ ഈ സമയത്ത്? അവൻ ഉയർന്നു വന്ന ദേഷ്യത്തോടെ മനസ്സിലോർത്തു. അപ്പോഴാണ് അവൾക്കൊരു ചലനം. അവൻ ഒന്നും അറിയാത്തതുപോലെ കണ്ണുകൾ അടച്ചു പിടിച്ചു. അവൾ കണ്ണുകൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ട് തുറന്നു. അവൾ അമ്പരന്ന് നോക്കി. അയ്യോ! അവൾ തല ഉയർത്തി അവൻ്റെ നെഞ്ചിലിരിക്കുന്ന തൻ്റെ കൈയുടെ മേലെ അവൻ്റെ കൈ കണ്ടതും അവളുടെ മിഴികൾ വിടർന്നു. അവൾ മെല്ലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഉറക്കമാണെന്ന് കണ്ടതും അവൾക്ക് ജീവൻ വീണു. മറു സൈഡിലെ ഫോൺ എത്തിയെടുക്കുമ്പോൾ അവളുടെ മൃദുലത അവൻ്റെ മുഖത്തുരസി. അവൻ്റെ ഉള്ളൊന്നു വിറച്ചു. മുഖത്തിനെ തഴുകിയത് തിരികെ പോയതും അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ആ അങ്കിൾ, ഞാൻ അതിന്നലെ... അവൾ രഘുവിനോട് തലയിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവൻ്റെ നെറുകയിൽ മെല്ലെ തഴുകി. വേണ്ടങ്കിൾ, ഇപ്പോൾ മഹിയേട്ടന് പ്രോബ്ലം ഒന്നുമില്ല. ഞാനില്ലേ ഇവിടെ. ഞാൻ നോക്കിക്കോളാം അങ്കിൾ. പിന്നെ അങ്കിൾ അമ്മയോട്... ശരി അങ്കിൾ, അങ്കിളാണ് എൻ്റെ ധൈര്യം. പിന്നെ ശരത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. മഹിയേട്ടൻ ഇന്നലെ അവനോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അത് പ്രശ്നമില്ല അങ്കിൾ. ബാക്കിയൊക്കെ അങ്കിൾ നോക്കണം കേട്ടോ. ഞാൻ ഇന്നുച്ചയ്ക്ക് അങ്ങോട്ടെത്തിയേക്കാം. ശരി അങ്കിൾ. അവൾ ഫോൺ വെച്ചിട്ട് മഹിയെ നോക്കിക്കൊണ്ട് എണീറ്റ് ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. മഹി അടക്കി പിടിച്ച ശ്വാസം വേഗത്തിൽ പുറത്തേക്ക് തള്ളി. അവൾ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ ശ്വാസഗതിയുടെ വേഗത അവന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അവളുടെ സ്പർശം അവനെ മറ്റേതോ ലോകത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അവളുടെ ആ മൃദുസ്പർശം അവനെ അടിമുടി തളർത്തിക്കളഞ്ഞിരുന്നു. അവൻ ഓരോന്നും ആലോചിച്ച് കണ്ണുകൾ മേലേക്കുയർത്തി ഒരു ഇളം പുഞ്ചിരിയോടെ കിടക്കുകയാണ്. അപ്പോഴേക്ക് ഡോർ തുറന്ന് ചന്തു വരുന്നത് കണ്ടതും അവൻ മുഖം ചെരിച്ചു. മഹിയേട്ടൻ ഉണർന്നോ? ഞാൻ കോഫി എടുത്തിട്ട് വരട്ടെ? അവൻ അതൊന്നും കേട്ടില്ല. അവൻ്റെ കണ്ണുകൾ അവളിൽ അലഞ്ഞു നടക്കുകയാണ്. ഈറൻ മുടി ടവലിൽ പൊതിഞ്ഞ്, ചെറിയ വെള്ള ടാങ്ക് ടോപ്പ്, റെഡ് കളർ സ്കർട്ട്, അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന നനഞ്ഞ മുടി, കഴുത്തിലും മുഖത്തും പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ, വെളുത്ത കഴുത്ത്, ശ്വാസത്തിനനുസരിച്ച് മെല്ലെ ഉയർന്നു താഴുന്നവ. അവനൊരു വിറയലോടെ കണ്ണുകൾ താഴ്ത്തി. അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു. മഹിയേട്ടാ. ആ, എന്താ എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്നാ ഞാൻ പിടിക്കട്ടെ? എണീറ്റൊന്ന് ഫ്രഷായ കുറച്ച് ആശ്വാസം കിട്ടും. അവൻ എന്തോ ഓർത്തു മൂളി. അവൾ അവൻ്റെ ചുമലിലൂടെ കൈയിട്ട് എണീപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ വേണ്ട, ഞാൻ എണീറ്റോളാം. അവൻ പെട്ടെന്ന് എണീറ്റു. പക്ഷേ അവൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. അതവൻ്റെ മുഖത്തുനിന്ന് അവൾ മനസ്സിലാക്കി. വേദനിക്കുന്നോ മഹിയേട്ടാ? രാവിലെ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അത് മാറും കേട്ടോ. എടോ, താൻ പൊയ്ക്കോ. എനിക്ക് ഒരു കോഫി വേണം. അത് മഹിയേട്ടനെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഞാൻ പോയി കോഫി കൊണ്ടുവരാം. എടോ, ഞാൻ ഓക്കെ ആണ്. താൻ പോയിട്ട് വാ. അത് വേണ്ട മഹിയേട്ടാ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവനവളെ മിഴികൾ ഉയർത്തി നോക്കി. അവൾ അവനെയും കൊണ്ട് മെല്ലെ നടന്നു. ബാത്റൂമിലെത്തിയതും അവൾ അവനിലെ പിടിവിട്ടു. ഞാൻ മുഖം കഴുകി തരട്ടെ? കയ്യിൽ മുറിവായിട്ട് ബ്രഷ് ചെയ്യാൻ പാടല്ലേ? ഞാൻ ചെയ്തു തന്നോട്ടെ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി. എടോ, എന്താണെന്നർത്ഥത്തിൽ അവൾ അവനെ നോക്കി. എടോ, ഞാൻ ചെയ്തോളാം. എനിക്ക് മേലൊന്ന് തുടച്ചു തന്നാൽ മതി. ഇന്നലത്തെ പോലെ.
ഉറപ്പാണോ? അതേടോ, താൻ ഇറങ്ങിക്കോ. അവൻ്റെ ആ വാക്കിനുമേൽ അവൾ അവനെ ബാത്റൂമിൽ നിർത്തി പുറത്തേക്കിറങ്ങി. പക്ഷേ ഡോർ ചാരി അവൾ അവിടെ തന്നെ നിലയുറപ്പിച്ചു. അവൻ ഫ്രഷായി വരുന്നതുവരെയും. അവൻ ഡോറിൽ മുട്ടിയതും അവൾ തുറന്നുകൊണ്ട് അവനെ നോക്കി. കൈ നനച്ചില്ലല്ലോ അല്ലേ? അവളുടെ ആ കരുതൽ അവൻ്റെ ഹൃദയത്തിൽ തട്ടി. അവൻ മെല്ലെ തല ചലിപ്പിച്ചു. അവൾ അവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു. അവനെ ചേർലിരുത്തിക്കൊണ്ട് അവൻ്റെ ഡ്രസ്സ് മാറാൻ തുടങ്ങി. തലേന്ന് താവിറയിൽ രണ്ടുപേരിലും ഉണ്ടായിരുന്നില്ല. അവൾ ശ്രദ്ധയോടെ അവൻ്റെ ശരീരം തുടച്ചെടുക്കുന്നതും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും കയ്യിലെ ബാൻഡേജ് മാറ്റി മരുന്ന് പുരട്ടുന്നതും ശ്രദ്ധയോടെ ബാൻഡേജ് കവർ ചെയ്യുന്നതും ഒക്കെ അവൻ നോക്കിക്കണ്ടു. അപ്പോൾ മഹിയുടെ ഉള്ളിൽ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. മഹിയേട്ടാ, ഞാൻ നെറ്റിയിലെ മുറിവ് കൂടി ഡ്രസ്സ് ചെയ്യട്ടെ? അവൻ മെല്ലെ തലയാട്ടി. അവൾ അവനോട് ചേർന്ന് നിന്നു. അവൻ്റെ നെറ്റിയിലെ കെട്ട് മെല്ലെ അഴിച്ചു തുടങ്ങി. അവൻ്റെ മുഖത്തിന് നേരെയാണ് അവളുടെ നെഞ്ച്. അവൻ ഒരു വേള കണ്ണ് മിഴിച്ചുപോയി. മെല്ലെ ഉയർന്നു താഴുന്നത് കണ്ടതും അവൻ ഉമിനീർ വിഴുങ്ങി. പെട്ടെന്നവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ആ നിമിഷം അവൾ മുറിവിൽ മരുന്ന് പുരട്ടിയതും അവൻ ഞടുങ്ങി. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ അരയിൽ പിടിമുറുക്കി. അയ്യോ, വേദനിച്ചോ മഹിയേട്ടാ? അവൾ വെപ്രാളത്തോടെ അവൻ്റെ മുറിവിൽ മെല്ലെ ഊതാൻ തുടങ്ങി. അവൻ്റെ ഉള്ളിലേക്കാണ് ആ കാറ്റ് ചെന്നെത്തിയത്. അവൻ ആ കൈ അവിടുന്ന് മാറ്റാൻ തോന്നിയില്ല. മുറിവിൽ മരുന്ന് പുരട്ടിയ ശേഷം അവൾ ബാൻഡേജ് ചുറ്റി തുടങ്ങി. ഒക്കെ കഴിഞ്ഞ് അവൾ അകന്നതും അവൾ അവൻ്റെ കൈയിലേക്ക് നോക്കി. മഹിയേട്ടാ. കണ്ണുകൾ അടച്ചു തന്നെ അവൻ മൂളി. ഞാൻ പോയി കോഫി എടുത്തിട്ട് വരട്ടെ? അവൻ കണ്ണുകൾ തുറന്നു അവളെ പ്രണയത്തോടെ നോക്കി. ആ നിമിഷം അവളെ മാറോട് ചേർക്കാൻ വല്ലാതെ കൊതിച്ചു പോയവൻ. അവൾ അവൻ്റെ കൈയിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കിയതും അവന് കാര്യം മനസ്സിലായി. അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവൾ മന്ദഹാസത്തോടെ പുറത്തേക്കിറങ്ങി. അവളുടെ ഗന്ധമകന്നതും അവന് ഒരു ശൂന്യത അനുഭവപ്പെട്ടു. അവൾ താഴെ ചെല്ലുമ്പോൾ ഉമയും ആര്യയും കിച്ചണിലുണ്ട്. മോളെ, നീ ഇതെവിടെയാ പറയാതെ പോയത്? നിന്നെക്കുറിച്ച് തിരക്കാമെന്ന് വെച്ചാ മഹിയൊന്നും പറയില്ലല്ലോ. അവൾ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ എങ്ങും പോയില്ല, ഇവിടെ തന്നെയുണ്ട്. കുറച്ച് തിരക്കിലായിപ്പോയി, അതാ. ആ തിരക്കിൻ്റെ കാര്യമാ ചോദിച്ചേ. പിന്നിൽ നിന്നുള്ള ചോദ്യം കേട്ട് മൂവരും തിരിഞ്ഞു. ദേവൂട്ടി. ഏട്ടത്തിക്ക് ഞങ്ങളോട് സ്നേഹമില്ലേലും ഞങ്ങൾക്കങ്ങനെ പറ്റില്ലല്ലോ. അവൾ മുഖമേറ്റി. അച്ചോടാ, എൻ്റെ ദേവു ഏട്ടത്തിയോട് പിണങ്ങിയോ? അവളുടെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചന്തു ചിരിച്ചു. ഓ, പ്രകടനമൊന്നും വേണ്ട, കാര്യം പറ. അവൾ വെയിറ്റ് ഇട്ട് തന്നെ നിന്നു. എടാ, എൻ്റെ ഇളയ അനിയത്തി ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവൾക്കൊരു സർജറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. നാളെയോ മറ്റന്നാളോ തിരിച്ച് നാട്ടിലേക്ക് പോകും. അയ്യോ, എന്നിട്ട് ഇവിടെ ആരോടും മോളൊന്നും പറഞ്ഞില്ലല്ലോ. ആര്യയ്ക്ക് വിഷമം തോന്നി. എൻ്റെ അമ്മേ, അതിനിവിടെ ആരെങ്കിലും ഏട്ടത്തി അംഗീകരിച്ചിട്ടുണ്ടോ? പിന്നെങ്ങനെ പറയും? എന്നാലും ഞങ്ങളോട് പറയായിരുന്നു, ഉമ കെറുവോടെ പറഞ്ഞു. മനഃപൂർവ്വമല്ല, ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അവളുടെ മുഖത്ത് വേദന നിറഞ്ഞതും ആര്യ അവളെ ചേർത്ത് പിടിച്ചു. സാരമില്ല മോളെ, അത് പോട്ടെ. മഹി എണീറ്റോ? കോഫി വേണ്ടേ മോൾക്ക്? വേണമെങ്കിൽ അവൾ ഉണ്ടാക്കിയെടുത്തോളും. അതിനിവൾക്ക് വേലക്കാരാകാൻ ആരും നിൽക്കണ്ട. മഹേശ്വരിയുടെ ശബ്ദം കേട്ടതും ചന്തു ഒന്നും മിണ്ടാതെ പാൻ എടുത്തു. മോളെ, ഞാൻ എല്ലാവർക്കും വേണ്ട കോഫി ഇട്ടിട്ടുണ്ട്. നീ അതെടുത്ത് പോകാൻ നോക്ക്. ഇനിയിപ്പോൾ വേറെയും ഉണ്ടാക്കിയ പാഴാവത്തേ ഉള്ളൂ. ഉമ അവരെ വകവയ്ക്കാതെ പറഞ്ഞുകൊണ്ട് 2 കപ്പെടുത്ത് കോഫി പകർന്ന് അവൾക്ക് നേരെ നീട്ടി. കണ്ണുകൊണ്ട് പിടിക്കെന്ന് കാട്ടി. അവൾ അത് വാങ്ങിയതും മഹേശ്വരിയുടെ മുഖത്ത് അടിയേറ്റതുപോലെ ആയിപ്പോയി. എടി, നിന്റെ കെട്ടിയോനെ ആരോ പഞ്ഞിക്കിട്ടെന്ന് കേട്ടല്ലോ. അതെങ്ങനെ ചെയ്യാതിരിക്കും? അതല്ലേ കയ്യിലിരിപ്പ്. എന്തായാലും നന്നായി. കുറച്ച് നാളത്തേക്ക് നികളിപ്പൽപ്പം കുറയ്ക്കുമല്ലോ. ദേവു അവരെ നോക്കി നിൽക്കുകയാണ്. സ്വന്തം മോനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചന്ത് കോഫിയുമായി വരുമ്പോൾ അവളെ തട്ടാൻ ചാൻസ് കൂടുതലാണെന്നും തോന്നിയ ദേവു ഒരു നിമിഷം അവരുടെ എതിരെ വന്ന് നിന്നു. ചന്തു പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ദേവു പെട്ടെന്ന് അവരുടെ സാരിത്തുമ്പിൽ ചവിട്ടി പിടിച്ചു. പിന്നെ അടുത്ത കാൽ മുന്നിലേക്ക് നീട്ടി.
ചന്തുവിനെ തട്ടാൻ കാൽ മുന്നോട്ടാക്കിയതും ദേവുവിൻ്റെ കാലിൽ തട്ടി മഹേശ്വരി മുന്നോട്ടാഞ്ഞു. ആ സമയം തന്നെ ദേവു മാറിക്കളഞ്ഞു. അതോടെ സ്ലാബിൽ കൈയിടിച്ച് അവർ വീണു കഴിഞ്ഞു. എല്ലാം ഞൊടിയിടയിൽ സംഭവിച്ചു കഴിഞ്ഞു. അവരുടെ നിലവിളി അവിടെ ഉയർന്നു. ദേവു ഒഴിച്ചുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. ചന്തു അവരെ പിടിക്കാനാഞ്ഞതും ദേവു അവളെ പിടിച്ചു നിർത്തി. ചന്തു നോക്കിയതും കണ്ണുകൾ അടച്ചു കാണിച്ചു. ഉമയും ആര്യയും അവരെ പിടിക്കാനായി ചാടിച്ചെന്നു. എന്നെ ഒരുത്തിയും പിടിക്കണ്ട! ദേഷ്യത്തോടെ അവർ അലറിയതും ഉമ ആര്യയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. മഹേശ്വരി വേഗം തട്ടിയ കൈ നിവർത്താൻ ശ്രമിച്ചു. അവർ അലറി വിളിച്ചുപോയി. ദേവു ചിരി കടിച്ചമർത്തി. ചന്തു വല്ലായ്മയോടെ അവരെ നോക്കി. നതുനെ, ഞാൻ പിടിക്കാം. ആര്യ മുന്നോട്ട് നീങ്ങി. നോക്കി നിൽക്കാതെ പിടിക്കടി മൂദേവി! അവർ ആ വേദനയിലും അട്ടഹസിച്ചു. എൻ്റെ അമ്മേ, ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ അമ്മയ്ക്ക്? വെറുതെ അപ്പച്ചിയുടെ വായിന്ന് കേൾക്കാൻ ദേവു കെറുവോടെ ചോദിച്ചു. ഏട്ടത്തി, കോഫി തണുക്കും മുന്നേ ഏട്ടന് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. വെറുതെ. അവൾ തിരിച്ച് നടന്നു കഴിഞ്ഞു. ചന്തു അവരെ ഒന്ന് നോക്കിയ ശേഷം കോഫിയുമായി പുറത്തേക്കിറങ്ങി. ആര്യ മഹേശ്വരിയെ താങ്ങി എണീപ്പിച്ചു. ഉമ 2 കൈയും കെട്ടി നിൽക്കുന്നത് കണ്ടതും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഉമ പുച്ഛത്തോടെ തിരിഞ്ഞു. ജോലിയിലേർപ്പെട്ടു. വിടടി! ആര്യയുടെ കൈയും തട്ടിമാറ്റി അവർ മുന്നിലേക്ക് നടന്നു. അവരുടെ കൈ നിവർത്താൻ പറ്റുന്നില്ലല്ലോ ആര്യയെ. പൊട്ടലുണ്ടാകും. എന്നാലും നാക്കിനൊരു കുഴപ്പമില്ല. പോരട്ടത്തള്ള! ഉമ പിറുപിറുത്തു. സ്വന്തം മോൻ്റെ വച്ചുകെട്ടൽ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചില്ലേ? കുറച്ചു നാള് അവരും വച്ചുകെട്ടി നടക്കട്ടെ. അല്ല പിന്നെ. ഉമ ദേഷ്യത്തോടെ സിങ്കിലേക്ക് പാത്രങ്ങൾ എടുത്തിട്ടു. മോളെ, ലച്ചു! ഉറക്കമായിരുന്നവളെ തട്ടി ഉണർത്താൻ പാടുപെടുകയാണ് മഹേശ്വരി. അവൾ കുറുകി കുറുകി കിടക്കുന്നതല്ലാതെ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടവർ അവളെ വേദനിക്കുന്ന വിധത്തിൽ അടിച്ചു. എന്താ തള്ളേ നിങ്ങൾക്ക്? അവൾ അവരുടെ നേരെ ആക്രോശിച്ചു. ലച്ചു, എനിക്ക് കൈക്ക് വല്ലാത്ത വേദന. നീ ഒന്ന് വന്നേ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അതിന് നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഹോസ്പിറ്റൽ പോകണമെങ്കിൽ പൊയ്ക്കൂടെ? എനിക്ക് നിങ്ങളെ ചുമന്ന് നടക്കാൻ സമയമില്ല. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. മഹേശ്വരി ഞെട്ടലോടെ തറഞ്ഞു നിന്നുപോയി. അവരുടെ നിൽപ്പ് കണ്ടതും അവൾ പിറുപിറുത്തുകൊണ്ട് കിടന്നു പുതപ്പ് തലവഴിയെടുത്തു മൂടി. അവരുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. പിന്നെ അവർ മെല്ലെ തിരിഞ്ഞു. മഹാദേവ! വാതിൽ ചെന്ന് നിന്നുകൊണ്ട് അവർ വിളിച്ചു. എന്താ ഈശ്വരി? എനിക്ക് കൈക്ക് നല്ല വേദന. ഒന്ന് ഹോസ്പിറ്റൽ പോകണം. അതിനെന്താ, നീ പോയിട്ട് വാ. അത് നീയൊന്ന് എൻ്റെ കൂടെ. അയ്യോ, ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തു പോകാൻ നിൽക്കുവാ ഈശ്വരി. എനിക്കിപ്പോൾ നിന്റെ കൂടെ വരാൻ കഴിയില്ല. ദേവൻ എവിടെ? അവനൊപ്പം പോയിട്ട് വാ നീ. അല്ലേ തന്നെ എന്തിനാ ഈശ്വരി നിനക്ക് തുണ? നീ ഞങ്ങളുടെ പുലിക്കുട്ടിയല്ലേ. നീ പോയിട്ട് വാ ഈശ്വരി. അവരുടെ കവളിലൊന്ന് തട്ടി അയാൾ അവരെ കടന്നിറങ്ങി നടന്നു. അവർ കുറച്ച് സമയം ആലോചിച്ചു നിന്നു. പിന്നെ പുറത്തേക്ക് മെല്ലെ ഇറങ്ങി നടന്നു. ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് തിരക്കിലാണ്. എഴുതാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിൽ ചിലരുടെ ആവശ്യം കണ്ടില്ലെന്നടിക്കാൻ കഴിഞ്ഞില്ല. ചെറിയ പാർട്ടാണെങ്കിലും ഇനി മുതൽ സിന്ദൂരച്ചെപ്പ് തരണമെന്നാണ് എനിക്ക്. പിന്നെ വ്യൂസ് നോക്കിയിട്ടേ തീരുമാനം എടുക്കൂ. അത്രയ്ക്കും തിരക്കാ. കൂടെ മോൻ്റെ എക്സാം.